മരണകാലം വരെ അദ്ദേഹത്തിന് കൊടുക്കും. 14 വയസ്സ് ഈ പാർട്ടി കയറിയത് ഇതുവരെ മരിച്ചാലും ഞാൻ കൊടുക്കത്തില്ല. ഞാൻ ഇന്നലെ ഇത്ര ഒരു പേർക്ക് ബുക്ക് കൊണ്ടുവന്ന് കോൺഗ്രസ്സുകാരൻ്റെ തന്നിട്ടാകുമ്പോൾ ഞാൻ തരത്തില്ല. എൻ്റെ കൈയിട്ട് അയാളെ മോളും 2 കുഞ്ഞുങ്ങളും തള്ളയും. ഞാൻ തരത്തില്ല മോളെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ കളഞ്ഞാൽ എൻ്റെ വോട്ട് തരത്തില്ല. കോൺഗ്രസ്സുകാർക്കും UAP-കാർക്കും കൊടുക്കത്തില്ല. ഞാൻ ഇടത് ദിവസം കമ്മ്യൂണിസ്റ്റിൻ്റെ കൂടെ ഞാൻ മരണകാലം വരെ അവർക്ക് കൊടുക്കും. തോറ്റാലും ജയിച്ചാലും ആ പാർട്ടി ഞാൻ പിന്മാറില്ല. മരിക്കുന്ന കാലത്ത് അവരെ കൂടെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ദത്തം എൻ്റെ തലയിൽ കൂടെ വന്നതാണ്. ഞങ്ങൾ രണ്ടിനെ എറിഞ്ഞ് ദത്തം വരുത്തിയതാണ്. വരുമ്പോഴൊക്കെ കേട്ടു സമരം എത്ര വട്ടം ഞാൻ ലേഖനം കടന്ന് എവിടെ കടന്ന് പാലപ്പയ കമ്പനി കടന്ന് തിരുവോണം കൊണ്ടില്ല. ആണ് ഗൗരവ ഇന്ന സമയത്തും ഇന്ദിരാഗാന്ധിയൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ടവർ ഞങ്ങൾ കൊടുക്കും. ഈ അടുത്തക്കാർ അടി കൊണ്ട് വാങ്ങിച്ച് കൊടുക്കുന്നവർ തിന്നിച്ച് മറ്റുള്ള കൊണ്ട് അതാ ഇപ്പം വാങ്ങിച്ച് കഴിക്കുന്നത്. ആന്നാ അടുത്തക്കാർ അടി കൊണ്ട കാശായി ഇപ്പം വാങ്ങിച്ച് തിന്നുന്ന വയറ് നിറച്ചു തിന്നിട്ട് അല്ലെന്നാ പറയുന്നത്. ആരാണ്ട് സർക്കാരത്തിന് കൊടുത്തയച്ചെന്ന് അവൻ അങ്ങനെ ഇരിക്കുന്നവൻ എന്താ കൊടുത്തയച്ചെന്നാ ഇതിലൊന്നും ഞങ്ങൾ സങ്കല്പിക്കത്തില്ല. ജീവൻ പണയം വെച്ചാലും എൻ്റെ മക്കൾ ഞങ്ങളാരും പോത്തില്ല സാറേ, പോത്തില്ല ഞങ്ങൾ. കൊട്ടാരക്കര ജയിലിലെ കക്കൂസിനകത്ത് ഇട്ടാൽ ഞങ്ങൾ 5 പെണ്ണുങ്ങളെ ഇല്ലെന്നും പറഞ്ഞു. ഞാൻ മതിൽ കയറി ഓടിളക്കിയിട്ട് പള്ളിക്കൂടെ കൊച്ചുകളെ വിളിച്ചാൽ ഞങ്ങൾ ഇറക്കിയത്. അല്ലെങ്കിൽ ഇറക്കത്തില്ല, അവിടെ കിടക്കും. ഞങ്ങളെ ആളുകൾ തിരക്കിപ്പെടുക്കാൻ ഞങ്ങളെ കണ്ടില്ല. കൊട്ടാരക്കര ജയിലിൽ കിടക്കുക ഞങ്ങൾ. ഞാൻ ഓടിൻ്റെ മേളിക്കൂടെ 2 പെണ്ണുങ്ങളെ തോളയിൽ ഇരുത്തി എന്നെ ഓട പൊക്കിച്ച് മേടി എറിഞ്ഞു ആ തെക്ക പള്ളിക്കൂടത്തിൽ വിളിച്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങി വന്ന് തള്ളമാരോ വിളിച്ചു പോകുന്ന കക്കുച്ച് കിടന്ന്. അങ്ങനെ കഷ്ടപ്പെട്ട കാശ് ഇപ്പം തിന്നിട്ട് പറയുന്നത് അവർ കൊടുത്തതല്ലെന്ന്. ഈ അടികൊണ്ട കമ്മ്യൂണിസ്റ്റുകാരാ ദത്ത ഒരിയതും കമ്മ്യൂണിസ്റ്റിൻ്റെ കാശാണ് പോയത്. ഇന്നും അത് തന്നെ. ഇപ്പം അവർ പറയുന്നത് അവരാരും ഒന്നും തന്നിട്ടില്ല. എല്ലാം അവിടുന്ന് വടക്കട്ട ഇരുന്നവൻ ഇങ്ങോട്ട് അയച്ചു കൊടുത്തതാണ്.